ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ഒരു ജഡായു നേച്ചർ റോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ഏറ്റവും വലിയ പക്ഷിശില്പമുള്ള സ്ഥലമാണ് കേരളത്തിൽ. നമുക്കെന്തായാലും ബാക്കി വിശേഷങ്ങൾ മേളിൽ പോയിട്ട് കാണാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് എത്രയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പോയി നോക്കാം. പിന്നെ ഇവിടെ എന്തോ നമുക്ക് നടന്നാണോ എങ്ങനെയാണ് പോകണമെന്നുള്ളത് നമുക്ക് കയറി നോക്കാം. ശനിയാഴ്ച കൊണ്ട് ഭയങ്കര തിരക്കുണ്ട്, പാർക്കിങ്ങിലൊക്കെ നല്ല ആളുണ്ട്. എന്നാൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി ജഡായു എർത്ത് സെൻറ്റർ. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. എൻട്രി ഒരാൾക്ക് എൻട്രി ഫീസ് 200 രൂപയാണ്. പാർക്കിംഗ് 30 രൂപ. ഇവിടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയില്ല. വരുന്നവർ ക്യാഷ് എടുത്തുകൊണ്ട് വരണം. പിന്നെ ഇവിടെ ATM ഉള്ളത് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയാലേ ATM ഉള്ളൂ. നമ്മൾ മേളിൽ ചെന്നിട്ട് റോപ്പേയിൽ പോകണമെങ്കിൽ എക്സ്ട്രാ വേറെ ടിക്കറ്റ് എടുക്കണം. അത് എത്രയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം. എന്തായാലും ഇവിടെ സുരക്ഷാ പരിശോധന എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, ഒന്നുമില്ല. ഏത് വഴിയാ? ഇതാ. കാരണം അവിടെ കർശന പരിശോധനയ്ക്ക് ശേഷം നമ്മളിവിടെ എൻട്രി ചെയ്യണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാം. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതൊന്നും. സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. റോപ്പയിലുള്ള റേറ്റ് ഒരാൾക്ക് 263 രൂപയാണ്. അത് നമ്മൾ മേളിൽ ഒന്ന് സെപ്പറേറ്റ് എടുക്കണം. താഴെ നിന്നുള്ള ടിക്കറ്റ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കാനാണ്. ഇതാണ് സംഭവം. ഈ ചക്രത്തേലാണ് കാര്യങ്ങളെല്ലാം ഓർഡർ. വണ്ടി ഓരോ ഷെയറായിട്ട് ഇത് നിൽക്കില്ല അല്ലേ? ഇതിങ്ങനെ പയ്യെ നൈസായിട്ട് കറങ്ങി തന്നുകൊണ്ടിരിക്കും. നിൽക്കണ പരിപാടിയിൽ ചാടി കയറിക്കൊള്ളണം. ഇറക്കോ അങ്ങനെ തന്നെ കേട്ടോ, ചാടി ഇറങ്ങിക്കൊള്ളണം. ഇതിൻ്റെ പേരനാണ്. ഇതിൻ്റെ പേരനാണ് കേബിൾ കാർ. അങ്ങനെ നമ്മളിത് കേബിൾ കാറെ കയറേണ്ട നല്ല അടിപൊളി സീറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഈ ഡോർ അടയിലായിരിക്കോ ചേട്ടാ? ഇത് ഡോർ അടയ്ക്കേണ്ട, ചാടാൻ എളുപ്പത്തിലാണ്. അടഞ്ഞു ഡോർ അടഞ്ഞ് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേബിൾ കാറിൽ നിന്ന് താഴേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. അത് നല്ല അടിപൊളി വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഒത്തിരി താഴേക്ക് നോക്കാതിരിക്കും നല്ലത്. ഈശ്വരാ, ഒരു കടകട ഒച്ച കേൾക്കുമ്പോൾ സത്യം പറഞ്ഞൊരു ചെറിയ പേടിയാവുണ്ട്. നമുക്കിങ്ങനെ കാർ ചെയറിൽ ഇരുന്ന് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ട്. ഇരുന്നില്ലെങ്കിൽ ഭയങ്കര ആട്ടാണ്.
വലിച്ചു കയറാണെന്ന് തോന്നുന്നു. ഞാൻ 100 എവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ വന്നു അങ്ങനെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായു പാറയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വ്യൂ ആണ്. സിനിമാ സംവിധായകനായ രാജീവ് അഞ്ചൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ വലിയ പക്ഷി പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 64 ഏക്കറിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പരിസ്ഥിതി ഉദ്യാനം കൂടിയാണ് ജടായു എർത്ത് സെന്റർ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ വിനോദസഞ്ചാര പദ്ധതി കൂടിയാണ് ഇത്. ഈ കൂറ്റൻ ശില്പത്തിനുള്ളിൽ നമുക്ക് കടന്നു ചെല്ലാം. പക്ഷെ ഇപ്പോൾ അത് അടച്ചിട്ടേക്കാണ്. അവിടെ ഒരു 6D തിയേറ്ററിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിനുള്ളിൽ മൊത്തം AC കേട്ടോ. ജടായു രാവണ യുദ്ധം ജടായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് ഈ പക്ഷിശില്പത്തിന്. നമുക്ക് എൻട്രൻസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും നടന്നു കാണാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മളിതിൻ്റെ ബാക്കിലേക്ക് നടന്നു വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഈ പക്ഷിയുടെ ആ ഒരു രൂപം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ പക്ഷിയുടെ ഉൾവശത്തുകൂടി സഞ്ചരിച്ച് കൊക്കു വരെ ചെല്ലാം. തുടർന്ന് പക്ഷിയുടെ കണ്ണിലൂടെ പുറത്തെ കാഴ്ചകൾ കാണാം. രാവണ ജടായു യുദ്ധത്തിൻ്റെ 6D തിയേറ്റർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ജടായുപ്പാറയുടെ ഒരു സൈഡിലൂടെ നടന്നു കഴിയുമ്പോൾ അവരിവിടെ ഒരു നല്ലൊരു മനോഹരമായ വ്യൂ പോയിന്റ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടന്നു പോകാം. ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി ഒരു പവലീനെ റെഡിയാക്കിയിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ ഇട്ട് ഭയങ്കര രസകരമായ ഒരു വ്യൂ പോയിന്റ് ആണ്. ജടായുപ്പാറയുടെ എൻട്രൻസ് കടന്ന് നമ്മൾ ഇടതുവശത്തുകൂടി നടന്നു കഴിയുമ്പോൾ ഇവിടെ ഒരുക്കിയേക്കുന്ന പവലിയനിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുകയാണ്. വൈകുന്നേര സമയത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് സൺസെറ്റിൻ്റെ ഒരു പ്രതീതിയോടുകൂടി വളരെ മനോഹരമായൊരു താഴ്വാരം. ജടായു ശില്പത്തോട് ചേർന്ന് ശ്രീരാമൻ്റെ ഒരു അമ്പലമുണ്ട്. നമ്മളേതായാലും നോൺ വെജൊക്കെ കഴിച്ചുകൊണ്ട് അതിനുള്ളിൽ കയറുന്നത് ശരിയല്ല, ഞാൻ കയറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജടായുവിൻ്റെ ശില്പവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യൂ പോയിൻറ്റുമാണ്. വന്ന് വൈകുന്നേര സമയങ്ങളാണെങ്കിൽ അടിപൊളിയാണ്. വന്ന് കുറേ നേരം ഇരിക്കാനും പിന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഒരു ചായ കുടിക്കാനും അതൊക്കെ ഒരു ഫീലായിരിക്കും. ഇതിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേർന്ന് തന്നെ ഒരു ചെറിയ കോഫി ഷോപ്പുണ്ട്. ചേട്ടൻ നല്ല ചൂട് പരിപ്പോടെയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടാ ഉഴുന്നുവട 2 ചായ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് താഴെ വരുമ്പോൾ കുട്ടികൾക്കായിട്ട് ഒരു പ്ലേ ഏരിയ അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ വളരെ മനോഹരമായ ജടായുപ്പാറ കണ്ട് തിരിച്ചു പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.